ചുട്ടുപൊള്ളുന്ന വേനൽ. നാടാകെ വെന്തുരുകുകയാണ്. കിണറുകളൊക്കെ വറ്റിവരണ്ടു. ഭൂമി വിണ്ടുകീറി ദാഹിച്ചു കിടക്കുന്നു. നാട്ടുകാർക്കെല്ലാം ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചൂടൊന്നു മാറാൻ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. എല്ലാവരും ആകാശത്തേക്ക് നോക്കി മഴക്കായി പ്രാർത്ഥിച്ചു, കൊതിച്ചു. ദിവസങ്ങൾ കടന്നുപോയിട്ടും ആകാശത്ത് ഒരു മേഘശകലം പോലും കണ്ടില്ല. എന്നാൽ ആ നാട്ടിൽ കുഞ്ഞുമോൻ എന്നൊരു കർഷകനുണ്ടായിരുന്നു. മറ്റുള്ളവർ വെറുതെ ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടപ്പോൾ അയാൾ ചെയ്തത് മറ്റൊന്നായിരുന്നു. ചുട്ടുപൊള്ളുന്ന ആ വെയിലത്ത് അയാൾ തന്റെ ഉണങ്ങി വരണ്ട പാടത്ത് ഇറങ്ങി ഉഴുതുമറിക്കാൻ തുടങ്ങി. തീർന്നില്ല. വീടിന്റെ ചോർന്നൊലിക്കുന്ന മേൽക്കുരകൾ അയാൾ കേടുപാടുകൾ തീർത്ത് നന്നാക്കി. മുറ്റത്തെ മഴവെള്ള സംഭരണികൾ വൃത്തിയാക്കി വെച്ചു. ഇത് കണ്ട നാട്ടുകാർ അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. ഈ കൊടും വേനലിൽ നിനക്കെന്താ ഭ്രാന്താണോ? മഴയുടെ ഒരു ലക്ഷണവും ഇല്ലാതെ നീ എന്തിനാ പാടം ഉഴുത് ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്? കുഞ്ഞുമോൻ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളെല്ലാവരും മഴക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ മഴ വരുമെന്ന് നിങ്ങളിൽ ഒരാൾക്ക് പോലും വിശ്വാസമില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ പ്രപഞ്ചം എനിക്ക് മഴ തരും. ആ മഴ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ എൻ്റെ പാടം സജ്ജമായിരിക്കണം. മഴ പെയ്തിട്ട് പാടം ഒരുക്കാൻ നിന്നാൽ എനിക്ക് സമയം കിട്ടില്ല. ആ വാക്കുകൾ കേട്ട് നാട്ടുകാർ പരസ്പരം നോക്കി. പിറ്റേന്ന് വൈകുന്നേരം ആർക്കും വിശ്വസിക്കാനായില്ല. ഇതുവരെ ചുട്ടുപൊള്ളിയിരുന്ന ആകാശത്ത് എവിടെയോ നിന്നോ കരിമുകിലുകൾ ഉരുണ്ടുകൂടി. ഉണങ്ങിയ കാറ്റിന് പകരം മണ്ണിൽ തട്ടി കുളിർന്ന ഒരു കാറ്റ് വീശി. അതെ, കുറച്ചു നേരം കൊണ്ട് ആ നാട് മുഴുവൻ ആഗ്രഹിച്ച ആ പെരുമഴ പെയ്തിറങ്ങി. മറ്റുള്ളവരുടെ പറമ്പിലെ വെള്ളം കുത്തിയൊലിച്ചു പോയപ്പോൾ കുഞ്ഞുമോൻ ഉഴുതിട്ട പാടം ആ മഴവെള്ളം മുഴുവൻ ആർത്തിയോടെ കുടിച്ച് സമൃദ്ധമായി. നിങ്ങൾ ഒരു കാര്യം വെറുതെ മനസ്സിൽ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. അത് സംഭവിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇന്നേ തുടങ്ങണം. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി തയ്യാറെടുപ്പുകൾ തുടങ്ങിയോ?